ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു മീൻ ഫ്രൈ ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, 8-10 ചുള വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ കടുക്, 2 നുള്ള് ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ തന്നെ മല്ലി, മീഡിയം സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇതാ കുറച്ച് നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ താഴെ, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ, ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാവില്ല കേട്ടോ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ആവില്ല. ഇനി ഞാൻ പാരമീനാണ് കേട്ടോ. പാരമീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞെങ്കിൽ മാത്രമേ ഈ മസാലകളൊക്കെ ഇതിനകത്തേക്ക് ആകുകയുള്ളൂ. നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നമുക്കിത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേ ഈ മീന് നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നല്ല അടിപൊളി ഒരു മീൻ ഫ്രൈ ആണ് കേട്ടോ. കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും മതി കേട്ടോ. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ അതാ ഇവിടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മീനെല്ലാം ഇവിടുത്തെ ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ നമ്മൾ മീനിൽ പുരട്ടി വെച്ചതിൻ്റെ ബാക്കി മസാല കൂട്ടുണ്ടല്ലോ, ഇത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ കാണുന്ന ഈ ഒരു മസാല ഉണ്ടല്ലോ, നമ്മൾ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി, അത് നമ്മൾ കരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മാറ്റണം. ഇതിപ്പോൾ കരിഞ്ഞിട്ടില്ല. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടിന് ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഒട്ടും കരിയാതെ നോക്കണം. ഇതിപ്പോൾ കരിഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ചേർത്ത ഈ മസാലക്കൂട്ടൂടെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് മസാലയുടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് കീറിയെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഈ സമയം വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ വേറെ ചേർത്തിട്ടില്ല. ഇത് തന്നെ ധാരാളം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഈ ഒരു മസാലയുടെ ഈ ഒരു സവോള മസാലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ മീനും കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 3-4 ഇതൾ കറിവേപ്പില കുറച്ചധികം ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഒരു 4-5 മിനിറ്റ് എടുത്ത് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ ആകണ്ട, നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴാണ് ടേസ്റ്റ്. നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ മസാലയിൽ നല്ലതുപോലെ ഉപ്പുണ്ടായിരുന്നു.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഉപ്പ് പാകമാണെന്ന് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. താങ്ക് യു.